ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതായത് മാംഗോ സാലഡ്. അപ്പോൾ മാംഗോ സാലഡ് എന്ന് പറയുന്നത് പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ളതല്ല, പച്ച മാങ്ങ വെച്ചിട്ടുള്ള സാലഡാണിത്. ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചമാങ്ങ എടുക്കുക. പച്ചമാങ്ങ എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് ഇളയ മാങ്ങ എടുത്തു കഴിഞ്ഞാൽ അത്ര നന്നായിട്ടുണ്ടാവില്ല. എന്നാൽ ഏകദേശം ഒരു നല്ല മൂപ്പെത്തിയ മാങ്ങ എന്ന് പറയില്ലേ, നമ്മൾ ചെനച്ച മാങ്ങ എന്ന് പറയുന്ന തരത്തിലുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ നല്ലൊരു മഞ്ഞ കളർ കാണാം. അതാണ് ചെനച്ച മാങ്ങ എന്ന് പറയുന്നത്. ഇത് 3-4 ദിവസം എടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് പഴുക്കും, ആ ഒരു പരുവം. അപ്പോൾ ഇതിന് അത്ര പുളി ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും ചെനച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് പുളി കൂടിപ്പോവും. അതുകൊണ്ട് എപ്പോഴും സാലഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതുപോലെ ഒരു ചെറിയ മഞ്ഞ കളറുള്ള മാങ്ങ എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഇല്ലെങ്കിലും നമുക്ക് പഞ്ചസാര ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, എന്നാലും ഏറ്റവും നല്ലത് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ തൊലി അങ്ങ് കളയാം. എന്നിട്ട് ഇതിനെ നല്ല ചെറിയ കഷ്ണങ്ങളായി നീളത്തിൽ മുറിക്കാം. ഞാൻ കഴിച്ചിരിക്കുന്നതൊക്കെ നീളത്തിൽ മുറിച്ചിരിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഈ പച്ച കളർ കാണാത്ത രീതിയിൽ ഈ മാങ്ങയുടെ തൊലി നമുക്കങ്ങ് കളയാം. അപ്പം ഞാൻ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ ജീവിച്ച് പോകുന്ന ഇതുപോലെ സാലഡൊക്കെ കഴിച്ചിട്ടായിരുന്നു. കാരണം അവിടെ അധികം എൻ്റെ വെജിറ്റേറിയൻ ഓപ്ഷൻസ് കിട്ടിയിരുന്നില്ല എനിക്ക്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അസ്ഥിരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ മാങ്ങേനെ മുറിച്ചെടുക്കാം. കേടായ വല്ല ഭാഗങ്ങളുണ്ടെങ്കിൽ കളയാൻ മറക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യൂബായിട്ടും കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നീളത്തിൽ ഉള്ള കഷ്ണങ്ങളായിട്ടും കട്ട് ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് നീളത്തിലുള്ള കഷ്ണങ്ങളാണ് ഇഷ്ടം, അതുകൊണ്ട് ഇതേപോലെ അങ്ങ് അരിയാം. ഇപ്പോൾ കഴിക്കാൻ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഒരുപാട് തിക്ക് വേണ്ട, അതേസമയം ഒരുപാട് തിന്ന ആവണ്ട, ഈ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ നമുക്ക് ഇതേപോലെ അങ്ങ് മുറിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. അടിപൊളി. ചെറിയൊരു പുളിയേ ഉള്ളൂ, ചെറിയൊരു മധുരമുണ്ട്. നല്ല അസൽ മാങ്ങയാണ്. അപ്പോൾ അതുപോലെ മൊത്തത്തിൽ ഇതേപോലെ നീളത്തിൽ നമുക്ക് മാങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, ഞാൻ പല റെസ്റ്റോറൻറ്റിൽ നിന്ന്, അതായത് തായ്ലൻഡിലെ പല റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി കഴിച്ചപ്പോഴും പല രീതിയിലാണ് അവർ ചെയ്തിരുന്നത്. അതായത് ചിലവർ ക്യാരറ്റ് ഇടും, ചിലവർ ക്യാപ്സിക്കം ഇടും, ചിലവർ കുക്കുംബർ ഇടും, ചിലവർ സ്പ്രൗട്ട്സ് ഇടും, അതായത് മുളപ്പിച്ച പയറില്ലേ അത് ഇടും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവൈലബിൾ അത് ഇടുക. മെയിനായിട്ടുള്ള നമ്മുടെ ഹീറോ എന്താ, പച്ചമാങ്ങ. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്യാരറ്റ് വളരെ നൈസാക്കി നീളത്തിൽ അരിഞ്ഞിട്ട് അതിലോട്ട് ചേർക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഇങ്ങനെ സ്ലൈസ് ചെയ്യാം. ഇങ്ങനെ സ്ലൈസ് ചെയ്യുന്നതിന് വളരെ നൈസായിട്ട് തീപ്പെട്ടിക്കോല് പോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മാങ്ങയുടെ കൂട്ടത്തിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ക്യാരറ്റ് എടുക്കുന്നുള്ളേ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരിയേണ്ടത് ക്യാപ്സിക്കം ആണ്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ക്യാപ്സിക്കം ഉപയോഗിക്കുന്നത്. ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതും ഈ പറഞ്ഞ പോലെ തന്നെ നീളത്തിലങ്ങ് അരിയാം. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു തായ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ ഇതിൽ സവാള ഇടാറുണ്ട്. എനിക്കിഷ്ടമാണ് സവാള കഴിക്കാൻ. പക്ഷേ ചിലർക്ക് സവാള ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സവാള ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സവാള ഒഴിവാക്കാം കേട്ടോ. അതും നമ്മുടെ സാലഡിൻ്റെ കൂട്ടത്തിൽ കൂടി ഇട്ട് കൊടുക്കും. ഇനി ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ സവാളയുടെ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ടുള്ളൂ. അതും നീളത്തിലങ്ങ് അരി. ഓക്കെ, ഇത്ര മാത്രം മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടി മാത്രം അതിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ചെറിയ ടൊമാറ്റോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമൊന്നുമില്ല. നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ആണത്. അത് ഒരു ടൊമാറ്റോനെ നമുക്ക് ഹാഫായിട്ട് മുറിക്കാം. ഓക്കെ, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുളകാണ്. വളരെ നൈസാക്കിയിട്ട് ഇങ്ങനെ അരിയുക. സ്പൈസി സാലഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം പച്ചമുളക് മതി. നിങ്ങൾക്ക് എരിവ് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മുളക് ഒഴിവാക്കാം. പിന്നെ വേണ്ടത് ഒരു വെളുത്തുള്ളി. വെളുത്തുള്ളി ഇതേപോലെ തന്നെ ഓപ്ഷനാണ്. വെളുത്തുള്ളി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. വെളുത്തുള്ളി നൈസാക്കി ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. അത് മല്ലിയിലയുടെ വാസന താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. ഇതൊക്കെ നമ്മൾ കഴിച്ച ടേസ്റ്റ് ഓർത്തിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ അവർ സാധാരണ രീതിയിൽ ഇതിൽ ഫിഷ് സോസ് ഒഴിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഫിഷ് സോസ് ഒഴിച്ചാൽ ഇത് കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ പറയണം ഫിഷ് സോസ് ഒഴിക്കാൻ പാടില്ല എന്ന്. അല്ലെങ്കിൽ വെജിറ്റേറിയൻസിനൊക്കെ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനേ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഫിഷ് സോസ് ഒഴിക്കാത്ത വെർഷനാണ് തയ്യാറാക്കുന്നത് കേട്ടോ. നമുക്ക് മല്ലിയില അവസാനം ചേർത്ത് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര, ചെറുനാരങ്ങ നീര്, അല്പം ഓയിൽ. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ ഒരു തായ്ലൻഡ് റെസിപ്പി ആയതുകൊണ്ട് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ തനതായ ടേസ്റ്റ് വരാൻ സഹായിക്കുക. ഓക്കെ, ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പുളി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടണം. പുളി കുറവുള്ള മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതിയാവും. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്.
അതുപോലെ തന്നെ നമുക്കിനി വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. അതിന് മുമ്പായിട്ട് ഒന്നും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അതിനുശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെറുനാരങ്ങ നീര് എത്ര വേണമെന്ന് നമുക്ക് തീരുമാനിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളി കേട്ടോ, സ്പൈസിയാണ്, ടാങ്കിയാണ്, ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി ഉപ്പും പഞ്ചസാര ഒന്നും വേണ്ട, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനീഗർ ചേർക്കാം, പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ചെറുനാരങ്ങ നീരാണ്. അല്പം മാത്രം മതി, പുളി അനുസരിച്ച്, മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം ചെറുനാരങ്ങ നീരിൻ്റെ അളവ് തീരുമാനിക്കാൻ. അല്പം മാത്രം മതി, കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനേ പറ്റില്ല. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുളകിൻ്റെ വാസന ഇങ്ങോട്ട് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. അതേപോലെ തന്നെ എന്താ, കുറച്ച് ഓയിൽ, നല്ലെണ്ണ 2 ഡ്രോപ്പ് ഒഴിച്ചാൽ മതിയേ. ഓക്കെ, ഇനി അവസാനമായിട്ട് ചേർക്കേണ്ടത് കപ്പലണ്ടി. ഞാനിവിടെ ഓൾറെഡി വറുത്ത കപ്പലണ്ടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇടാൻ പോകുന്നത്. ചെറിയ ഉപ്പോട് കൂടിയുള്ള കപ്പലണ്ടിയാണിത്. അത് നിങ്ങളുടെ അടുത്ത് വറുത്ത കപ്പലണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുക്കുക. അതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും ഈ സാലഡ് സെർവ് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ടാണ് കപ്പലണ്ടി ഇടാറുള്ളത്. ഒരു ക്രഞ്ചി എഫക്റ്റിന് വേണ്ടിയിട്ടാണേ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഫിഷ് സോസ് ഉണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അതൊരു അല്പം ഒഴിക്കാം, 2 ഡ്രോപ്പ് ഒഴിക്കാം. പിന്നെ ചിലവർ ഇതിലേക്ക് ചെമ്മീൻ പൊടിച്ചത് ഇട്ട് കൊടുക്കാറുണ്ട് അവിടെയൊക്കെ. പക്ഷേ ഞാൻ ഒരിക്കലും അത് പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ മാംഗോ സാലഡ് തായ്ലൻഡ് വേർഷൻ. ഓക്കെ, അപ്പം ഒന്നും കൂടെ നമുക്ക് ഫൈനലായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാലഡ് ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി ഈസിയാണ്, അതേസമയം സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.